നമസ്കാരം. കേരളത്തിൽ ലഹരി മാഫിയയ്ക്ക് ലാൽ സലാം, നിങ്ങൾക്കിനി സാധ്യതയില്ല എന്ന് പറഞ്ഞു അടിവേരിറക്കുന്ന പണി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും ഗൂണ്ടാ വിളയാട്ടം അനുവദിക്കുന്ന പ്രശ്നമില്ല. സ്റ്റേഷനിലായാലും തെരുവിലായാലും മാർക്കറ്റിലായാലും പൊതു ഇടങ്ങളിലായാലും മാളുകളിലായാലും ഒരു ഗുണ്ടാ വിളയാട്ടം ഉണ്ട് കേരളത്തിൽ. കാരണം നമുക്കറിയാം, റോഡിലിറങ്ങിയാലും ബൈക്ക് ഓടിക്കുന്നതിലായാലും കാർ കൊണ്ട് ചേസ് ചെയ്യുന്നതിലായാലും ബൈക്ക് ചേസിങ്, അങ്ങനെ ഒരു ഗുണ്ടായിസം ഉണ്ട് ഇവിടെ. അതിപ്പോൾ കാലാകാലങ്ങളായി ഇവിടെ ഉണ്ട്. ഇതിനെ അടിവേരിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുണ്ടയ്ക്കും ഒരു ദാക്ഷിണ്യവും ഈ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഗൂണ്ടായിസം അമ്പെ അവസാനിപ്പിക്കുമെന്നാണ് കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വലിയ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി നടപ്പിലാക്കിയാൽ കേരളത്തിൽ ജനങ്ങൾ എല്ലാ കാലവും ഇവരെ ഓർക്കും. യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യോഗി ആദിത്യനാഥ് ഹിന്ദുത്വം, BJP, സംഘപരിവാർ, RSS അതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം ഒരു വശത്തുണ്ട്. പക്ഷെ അവിടെ ഗൂണ്ടാരാജ് അവസാനിപ്പിച്ചു. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ UP-യിലുണ്ട്. അവർ പറയുന്നത് ഒരു ഘട്ടത്തിൽ മായാവതിയുടെയും അഖിലേഷ് യാദവ് പോലുള്ള ടീമുകളുടെയൊക്കെ ഭരണകാലങ്ങളിൽ, അഖിലേഷ് യാദവ് അല്ല, മായാവതി അടക്കമുള്ള പഴയ ഭരണകാലങ്ങളിൽ, മുലായം സിംഗിൻ്റെയൊക്കെ കാലത്ത് UP ഭരിച്ചിരുന്നത് ഗുണ്ടകളാണ്. തെരുവിൽ ഗുണ്ട, മാർക്കറ്റിൽ ഗുണ്ട, സ്കൂളിൽ ഗുണ്ട, എല്ലായിടത്തും ഗുണ്ടാ പണിയാണ്. ജനങ്ങൾക്ക് ഒരു സ്വൈര്യതയുമില്ല. സന്ധ്യയ്ക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവിടെ വലിയ ഗൂണ്ടരാജാണ്, വലിയ മാഫിയ സംഘങ്ങളെയാണ് ബുൾഡോസർ കൊണ്ടുപോയി ഇടിച്ച് കളഞ്ഞ് നാശക്കോട്ടയാക്കി ക്ലീൻ UP ആക്കിയത്. അത് ചെറിയ കാര്യമായിരുന്നില്ല. അനധികൃതമായ കെട്ടിടങ്ങൾ കുറേ ഇടിച്ചു കളഞ്ഞു, ഗഞ്ചാവ് മാഫിയയെ പിടിച്ചു. ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് ഗുണ്ടാ വിളയാട്ടത്തിന് ഗുണ്ടാരാജിലൂടെ തടഞ്ഞത്. അത് വലിയ ഒരു മുന്നേറ്റമാണ് UP-യിൽ ചെയ്തത്. നമ്മളിപ്പോൾ BJP ഗവൺമെൻറ് ആയതുകൊണ്ട്, അങ്ങനെ യോഗി ആദിത്യനാഥ് ചെയ്തതുകൊണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണമല്ലോ. അതിൻ്റെ ബെനിഫിറ്റ് യോഗിക്ക് കിട്ടിയിട്ടുമുണ്ട്. സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് വലിയ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഗുണ്ടാരാജ് അവസാനിപ്പിച്ചാൽ ഈ വനിതകളായിരിക്കും പിന്നെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നത്. തുടർ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിലായാലും ഏതെങ്കിലും വളരെ മനോഹരമായ, ആരോ എന്നോട് പറഞ്ഞതുപോലെ, ഒരു ഇടതുപക്ഷ, അതായത് പ്യുവർ ഇടതുപക്ഷം ഉണ്ടല്ലോ, ഒരു നെഹ്റുവൻ ഇടതുപക്ഷ, അല്ലെങ്കിൽ ഒരു നെഹ്റുവിൻ്റെയൊക്കെ കാഴ്ചപ്പാടുണ്ടല്ലോ എന്ന് പറയും പോലെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുമുണ്ട്, ഒരു പ്യുവറായിട്ടുള്ള. അല്ലാതെ ഈ ഇടതുപക്ഷ പാർട്ടികളല്ല, CPM അങ്ങനെ പാർട്ടികളല്ല, അല്ല, വേറൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു വലതുപക്ഷ പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകൾക്കപ്പുറമുള്ളൊരു നെഹ്റുവൻ ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. അതിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓരോ പ്രവർത്തികളും, ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ, മന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ജനപ്രിയമാണ്, മനോഹരമാണ്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നോഹോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവുമായി കുറച്ച് സംഭാഷണം നടത്താൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരളീയരുടെ കയ്യിൽ നോഹോ ഉണ്ട്, ആവശ്യത്തിനൊക്കെ നോഹോ ഉണ്ട് ഇവിടെ, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷേ ഹൗ ഡു എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. ഇതെങ്ങനെ ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ശത്രുക്കളും പിന്നെ കുഴപ്പക്കാരും കോർപ്പറേറ്റുകളും ഗുണ്ടകളും അഴിമതിക്കാരും സ്വജനപക്ഷക്കാരും പിന്നെ ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ അഗ്ലിനെസ്സും ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ആരെങ്കിലും സത്യസന്ധമായി ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ പറപ്പിക്കും, തെക്ക് വടക്ക് പറപ്പിക്കും. പിന്നെ അയാൾ ചെയ്യുമോ? ചെയ്യത്തില്ല. ഓഫീസിലാണെങ്കിൽ ഏറ്റവും മോശമായ ഒരു പോസ്റ്റായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് പോസ്റ്റ് കൊടുക്കത്തില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് രമേശ് ചെന്നിത്തല. ഗൂണ്ടാരാജ് അവസാനിപ്പിക്കുന്നു. UP മാതൃകയിലാണത് ഓടുന്നത്. കൃത്യമായി മനോഹരമായിട്ടുണ്ട്. ഗഞ്ചാവ് വേട്ടയോടൊപ്പം കൊണ്ടുപോകേണ്ട സാധനം തന്നെയാണ് ഈ ഗൂണ്ടാരാജ്. ഗുണ്ടകളെ അവസാനിപ്പിക്കാനുള്ള മനോഹരമായ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ശരിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയൻ IPS അവർക്കായിരിക്കും ക്രമസമാധാന ചുമതല എന്ന് കേൾക്കുന്നു. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാർക്കശ്യമുള്ള ആളാണ്. SPC ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്രമുഖനായ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്തായാലും കൃത്യമായി കാര്യങ്ങൾ നടക്കട്ടെ. വളരെ മനോഹരമായി പോകും എന്ന് തന്നെ നമുക്ക് കരുതാം.